ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിൻ്റെ പാദവാർഷിക പരീക്ഷ തജ്വീദുൽ ഖുർആൻ നടത്തുന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നത് എന്ന് മനസ്സിലാക്കാം. ഉത്തരങ്ങൾ ശരിയടയാളപ്പെടുത്താം. നമുക്ക് ശരി ഉത്തരം അടയാളപ്പെടുത്താനാണ് ആദ്യം വന്നത്. ഒന്നാമതായിട്ട് വന്നത് സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബിഉന്ന ചെയ്തതിന് ഉദാഹരണം. ഇദ്ഗാമും ബിഉന്ന ചെയ്യണമെങ്കിൽ നൂനിന് ശേഷം 4 ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വരണം. അതിലിവിടെ ഒന്നാമത്തെ ഓപ്ഷനായ ഫമിൻ നഫ്സിക്ക എന്നതാണ് ശരിയായത്. അപ്പോൾ അത് നമുക്ക് ടിക്ക് ചെയ്യാം. ഇനി ഹംസിൻ്റെ അക്ഷരങ്ങൾ 10 എണ്ണമാണ്. അത് നമുക്ക് ടിക്ക് ചെയ്യാം. പിന്നെ മദ്ദുൽ ലാസിമിന് ഉദാഹരണം അത്തോമത്ത് എന്നതാണ്. മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന് വന്നു. ഇനി ഇസ്തിലായിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടത് ഇവിടെ ഹുസ്സലാത്തിൻ കിളി എന്നതിൽ സ്വാദ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടയാളപ്പെടുത്താം. പിന്നെ അജിദ് കത്തിം ബക്കത്ത്, ഇതെന്തിൻ്റെ അക്ഷരമാണ്? ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. ഇനി 3 അലിഫിൻ്റെ കദർ നീട്ടൽ നിർബന്ധമാണ്. ഏത്? ലാസിം, മദ്ദുൽ ലാസിം. മാച്ച് ചെയ്യാൻ വന്നത് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ മഹ്റജായിട്ട് പഠിച്ചിരുന്നു, അതിൻ്റെതാണ് വന്നത്. നാവിൻ്റെ അരികും മേലെ അണപ്പല്ലുകളും ലോദാണ്, ലോദ്. പിന്നെ 2 ചുണ്ടുകളിൽ നിന്നാണ് ബാ. പിന്നെ നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും ഖാഫാണ്. പിന്നെ താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളും ഫ. പിന്നെ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും അത് തോ. അപ്പോൾ 3 അക്ഷരങ്ങളാണ് നമുക്കവിടെ വന്നത്. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധ ശബ്ദരൂപങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. മർസദ് എന്നതിലെ റായിനെ തഫീം ചെയ്യണം. ഉന്നത്തിൻ്റെ സന്ദർഭത്തിൽ മീമിൻ്റെയും നൂനിൻ്റെയും മഹ്റജ് തരിമൂക്കാണ്. ഹമൻ സക്കുലത്ത് എന്നതിൽ സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് താഴുന്നത് കൊണ്ടാണ് ഇസ്തിഫാല് ഉണ്ടാകുന്നത്. നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് താഴുന്നത് കൊണ്ട് ഇസ്തിഫാല് ഉണ്ടാകുന്നത്. അടുത്തത് മദ്ദുൽ ലീന് 3 അലിഫിൻ്റെ കദർ നീട്ടാമെങ്കിലും 1 അലിഫിൻ്റെ കദറായി ചുരുക്കലാണ് നല്ലത്. ഇനി ഇവിടെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. മുഴക്കത്തോടെ ഉച്ചരിക്കേണ്ട 5 ഹർഫുകൾ ഏതെല്ലാം? കുത്തുബ് ജദ്. അടുത്തത് ഖുറൈഷ് എന്നതിൽ മദ് ഏതാണ്? മദ്ദുൽ ലീന്. ഇമ്മം മന്നംബഅദ്, ഇതിൽ തൻവീനിൻ്റെ വിധി എന്ത്? ഇതിൽ തൻവീനിൻ്റെ വിധി ഇക്ലാബാണ്. തൻവീനിന് ശേഷം ബാ വന്നു. ഫൈമ്മം മന്നംബഅദ് എന്നതിൽ ഇക്ലാബാണ് വന്നത്. അടുത്തത് ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ തർക്കീക്കാക്കിയതിന് ഉദാഹരണം. തർക്കീക്കാക്കിയതിന് അള്ളാഹ് എന്ന നാമത്തിന് മുമ്പ് കസറ വരണം, ബിസ്മില്ല. അപ്പോൾ അത് എഴുതി കൊടുക്കാം. പിന്നെ ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ എത്ര? ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ 22 ഹൽക്കിൻ്റെ മേലെ അറ്റത്തു നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങൾ ഐന്, ഹ. ഇനി ഒറ്റവാചകത്തിലാണ്. ലഫി ഹുസ്ർ എന്നതിലെ റായിനെ തഫീം ചെയ്യാൻ കാരണമെന്ത്? സുക്കൂനുള്ള ഒരക്ഷരവും അതിനു മുമ്പ് ലൊമ്മയും വന്നു. സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള ഒരക്ഷരവും അതിനു മുമ്പ് ലൊമ്മയും വന്നു. അതാണ് ഇവിടെ ഹുസ്ർ എന്നതിൽ തഫീം ചെയ്യാൻ കാരണം. അടുത്തത് ജഹറിൻ്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്ത്? ജഹറിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടരുത്. തഫീം ഉണ്ടാകുന്നത് എങ്ങനെ? നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് തഫീം ഉണ്ടാകുന്നത്. പിന്നെ ലാമു ജലാലയെ തഫീം ചെയ്യേണ്ടത് എപ്പോൾ? ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലമ്മോ വന്നാൽ തഫീം ചെയ്യണം. അടുത്തത് ഖുർആൻ എല്ലാ നിലക്കും മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാണ്, കാരണമെന്ത്?
അത് ഇലാഹി വചനങ്ങളായതുകൊണ്ടാണ്. എല്ലാ സമയത്തും തഫീം ചെയ്യേണ്ട ഹർഫുകളേവ? ഹുസ്സലാത്തിൻ കിള് എന്ന ഹ, സോദ്, ലാദ്, ഐന്, തോ, ഖാഫ്, ലോ ഈ അക്ഷരം എഴുതുക. ഇനി അടുത്തതാ, ഇസ്തിലാവും ഇത്തുബാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത്തുബാക്കിൽ നാവിൻ്റെ മധ്യവും കൂടി അണ്ണാക്കിലേക്ക് ഉയർത്തി കൂടുതൽ തഫീം ചെയ്യണം. ഇസ്തിലായിൻ്റെ അക്ഷരങ്ങളായ എപ്പോഴും തഫീം ചെയ്യുന്നത് നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയർത്തിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇത്തുബാക്കിൽ നാവിൻ്റെ മധ്യവും കൂടി അണ്ണാക്കിലേക്ക് ഉയർത്തണം. പിന്നെന്താണ്? തൻവീനിനെ ഇദാമും ബിയുന്ന ചെയ്തതിന് 2 ഉദാഹരണങ്ങൾ. തൻവീനിനെ, അതായത് നമുക്കിഷ്ടമുള്ള തൻവീനിന് ശേഷം നൂന്, വാവ്, മീമ്, യ ഇതിലേതെങ്കിലും വന്ന 2 ഉദാഹരണങ്ങൾ എഴുതാം. ഇവിടെ ഹബ്ബം വനബാത്തൻ എന്നതും യൗമ ഇതിൻ നായിമ എന്നതുമാണ് വന്നത്, എഴുതിയത് മനസ്സിലാക്കുക. പിന്നെ 2-ലേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നമുക്ക് കുറിപ്പ് എഴുതാനാണ്. മദ്ദുൽ ഫർഇയെ കുറിച്ചിട്ട് അഹ്കാമുൻ നൂനി സാക്കിനത്ത് വ തൻവീന് 2-ാമത്തെയും 3-ാമത്തെയും പാഠങ്ങളാണത്. അപ്പോൾ അതിന് കുറിച്ചിട്ടും പിന്നെ അടുത്ത് വന്നത് എന്താണ്? തഫീമുർ റാ, അവസാനത്തെ ചാപ്റ്റർ. അതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വം നമ്മൾ 1-ാമത്തെ പാഠത്തിലാണ് അത് വന്നത്. അപ്പോൾ ഇത്രയും ഒക്കെ മനസ്സിലാക്കി എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.